ആയിരക്കണക്കിന് ആളുകൾ കണ്ണീർ പൂക്കളുമായി അവിടെ ഒഴുകിയെത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ജനസഞ്ചയം മുഴുവൻ അർജുൻ എന്ന ചെറുപ്പക്കാരന് യാത്രാമൊഴി നൽകാൻ എത്തിയവരാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. ഇവർക്ക് മേൽവിലാസവും പേരുകളും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇവർക്ക് സ്നേഹ വായ്പ മാത്രമേ ഉള്ളൂ. അവർ നെഞ്ചോട് ചേർക്കുകയാണ് അർജുൻ്റെ കുടുംബത്തെ. അർജുനനെ ഒരുപക്ഷെ ഒരു സാധാരണ ലോറി ഡ്രൈവർ എങ്ങനെയാണ് ഇത്രയധികം ജനമനസ്സുകളിലും ഹൃദയങ്ങളിലും ചേക്കേറിയത് എന്ന കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും അത്ഭുതമുണ്ടാക്കും. മലയാളി മനസ്സിൻ്റെ ഏറ്റവും സുഖകരമായ സൗന്ദര്യമുള്ള വശത്തിലേക്കാണ് നമ്മുടെ ഈ രംഗങ്ങളൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണീർ ചാലുകളായി ഒഴുകിയെത്തുന്ന ഈ നൊമ്പര കഥകൾ ഒരുപക്ഷെ ഭാവി ചരിത്രം പോലും അവിസ്മരണീയമായി ഓർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരും തലമുറയ്ക്ക് തന്നെ ഇത്തരം സ്നേഹ വായ്പകൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യമാണ് കർണാടകയിൽ. ഇപ്പോൾ നമുക്കൊപ്പം ദീപക് തരമടം കൂടി ചേരുകയാണ്. ദീപക്, ഒരുപക്ഷെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചകൾ അവിടെ ഉണ്ടാകാം. അമ്മയുടെ കണ്ണുനീരിന് മുമ്പിൽ നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. പെറ്റമ്മയുടെ കണ്ണുനീര് എന്ന് പറയുമ്പോൾ, അതായത് താൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞില്ലാതായ ആ അമ്മയുടെ വേദനയിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്നാലും ആ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ എന്താണിപ്പോൾ? ആ വീട്ടിൽ ഇപ്പോൾ എപ്പോഴാണ് സംസ്കാരം നടക്കുക? ഈ ചിതയൊരുങ്ങാൻ, ചിതയിൽ കത്തി അമരാൻ ഒരുപക്ഷെ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ടോ? എങ്ങനെ പറയണമെന്നറിയില്ല. തേങ്ങുന്ന ഒരു വീടിൻ്റെ അകത്തളം, കൂടപ്പറപ്പുകൾ തേങ്ങുന്നു, അമ്മ, അച്ഛൻ, ഒപ്പം ഭാര്യ, അർജുൻ്റെ കുടുംബം തേങ്ങുന്നു. നാടാകെ കണ്ണീരോടുകൂടി അന്ത്യാഞ്ജലി നൽകാൻ വേണ്ടി ഒഴുകിയെത്തുന്ന അവസ്ഥ. കണ്ണാടിക്കൽ ഒരു കണ്ണീർ കടലായി മാറി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് പറയാൻ സാധിക്കും. പുലർച്ചെ 4 മണി മുതൽ തുടരുന്നതാണ് ഈ ജനപ്രവാഹം. ഓരോരുത്തരായി, കൂട്ടമായി, കുടുംബമായി അങ്ങനെ ഒഴുകി ഈ അർജുന് അവസാനമായി ഒരു പിടി പൂക്കൾ അർജുൻ്റെ മൃതദേഹ ഭാഗത്തേക്ക്, ശരീരത്തിലേക്ക് ഒരു പുഷ്പം അർപ്പിക്കാൻ വേണ്ടി കണ്ണീരോടെ എത്തുകയാണ്. അർജുനെ കേട്ടുമാത്രം അറിയുന്നവരാണ് ഏറെ പേരും. മറ്റു ജില്ലകളിൽ നിന്നെത്തിയവർ, മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയവർ. ആ രീതിയിൽ അർജുനെ അടുത്തറിഞ്ഞ, അർജുനൻ സ്വന്തം കുടുംബത്തിലെ അംഗമായി മാറിപ്പോയ ഒരവസ്ഥയിലാണ് അവരെല്ലാം. നമ്മൾ പല പ്രദേശത്ത് നിന്ന് എത്തുന്നവരോട് ചോദിക്കുമ്പോൾ അർജുനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. അത്രമേൽ അവരുമായി കഴിഞ്ഞ 75 ദിവസം കൊണ്ട് അർജുൻ അടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. 75ാം നാളാണിത് അർജുനെ കാണാതായതിനു ശേഷം. അർജുൻ ചേതനയേറ്റ ശരീരമായ ഒരു ആംബുലൻസിൽ വലിയ വിലാപയാത്രയുമായി 2 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ടവർ ചേർന്ന്, മന്ത്രിമാർ ചേർന്നുള്ള വിലാപയാത്രയുമായി നേരെ അർജുനൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഒഴുകിയെത്തുമ്പോൾ തന്നെ ജനസാഗരം എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ജനസാഗരം തന്നെയാണ്. അത്രമേൽ വികാര വായ്പോടുകൂടിയാണ് ഇപ്പോൾ അർജുൻ പടിതുയർത്തിയ വീട്ടിൻ്റെ മുറ്റത്ത് ചേതനയറ്റ ദേഹമായി അർജുൻ കിടക്കുന്നു. അർജുന് ഒപ്പം അർജുൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ ഒഴുകിയെത്തി. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ആ ചെറുപ്പക്കാരൻ, ആ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരുപക്ഷെ എന്തെല്ലാം ജീവിതത്തിൽ ഉയർച്ചകൾ നേടാൻ കഴിയുമായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് എരിഞ്ഞടങ്ങാൻ പോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹത്തിന് മുമ്പിൽ, പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്ന ഈ മൃതദേഹത്തിന് മുൻപിൽ റീത്തുകൾ സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പൊട്ടി വരുന്ന ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഓരോ റീത്തും അവിടെ സമർപ്പിക്കപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണീരോർമ്മയായിട്ട് അർജുൻ നമ്മുടെ ജീവിത പുസ്തകത്തിലേക്കും ചേക്കേറി കഴിഞ്ഞു. ഒരുപക്ഷെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോഴും എന്തിനാണ് ഒരു സാധാരണ ഡ്രൈവർക്ക് വേണ്ടി നമ്മൾ തെരച്ചിൽ നടത്തിയത് എന്നുള്ള ചോദ്യങ്ങൾക്ക് അവസാനമാകുന്നു. ഈ നാടിൻ്റെ ഹൃദയ വായ്പാണ് അർജുൻ. ഈ നാടിൻ്റെ ഹൃദയ താളമാണ് അർജുൻ. കണ്ണാടിക്കൽ എന്ന ഗ്രാമത്തിൻ്റെ സ്വപ്ന സൂര്യനാണ് ഒരുപക്ഷെ അർജുൻ. ഈ സൂര്യനാണ് എരിഞ്ഞടങ്ങിയിരിക്കുന്നത്. ഈ സൂര്യൻ അസ്തമിക്കുമെന്ന് കരുതിയവരാരും ഉണ്ടാകില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഗാധങ്ങളിൽ ജീവനോടെ ഇരിക്കുന്ന അർജുൻ ഉണ്ടാകുമോ എന്ന് പോലും കത്തെഴുതിയ പ്രേക്ഷകരെ നമ്മൾ ആലോചിക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും എടുത്തെറിഞ്ഞതുപോലെ ഒരു ദിവസം ശിരൂരിൻ്റെ മണ്ണിലേക്ക് അർജുൻ നടന്നു കയറി വരുമെന്ന് ആഗ്രഹിച്ച ആളുകളുണ്ട്. പ്രാർത്ഥനാ നിർഭരമായി നാട് മുഴുവൻ നിന്ന ഒരു കാലത്തിൻ്റെ അവസാനമായി ഇന്ന് ആ ചിത എരിഞ്ഞടങ്ങുന്നതോടെ മറ്റൊരു ഇതിഹാസം കൂടി പിറവിയെടുക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ആരും അറിയാത്തൊരു ചെറുപ്പക്കാരൻ എല്ലാവരുടെയും ആളായി യാത്ര വിട നൽകി പോകുന്നു. ഒരു സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക, അത് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു മലയാളി ജനസമൂഹത്തിന്, അത് ഈ അർജുൻ്റെ ഭാര്യയ്ക്കൊക്കെ ഒരുപക്ഷെ തീർത്താത്തീരാത്ത ദുഃഖത്തിൻ്റെ നീർച്ചാലുകളായി, കണ്ണീർ പാടമായി അർജുനെന്നും നിലകൊള്ളുകയും ആ അർജുൻ്റെ കുടുംബത്തെ നമ്മൾ നെഞ്ചോട് ചേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമായി അത് മാറുകയും ചെയ്യും. നമുക്കപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ഒരുപക്ഷെ ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ മുഴുവൻ ദുഃഖം കനീഭവിച്ച് നിൽക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആളുകൾ തമ്മിൽ മിണ്ടാട്ടമില്ല, അവർക്കൊന്നും പറയാനില്ല. വാക്കുകൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെയുള്ളൊരവസ്ഥ. തൊണ്ടയിൽ കുരുങ്ങുന്നു, തപ്ത നിമിഷങ്ങൾ, സംതപ്ത ഹൃദയങ്ങൾ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയാത്ത വാക്കുകളിലേക്കാണ് ഈ കണ്ണാടിക്കലിലെ ജീവിതം ഇപ്പോൾ നീണ്ടു ചെല്ലുന്നത്.